ഉണ്ടോ? ഉണ്ട്. അയ്യോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾ 2 റീലൊക്കെ പോസ്റ്റ് ചെയ്ത് അനൗൺസ് ചെയ്തതാണ് സംഭവം എന്താണെന്ന്. ആര് പ്രഗ്നന്റ് ആണ്. അപ്പം ആ ഒരു പ്രഗ്നൻസി റിവീലിനെ പറ്റിയിട്ടും നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആര് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന ഈ ഒരു ടൈം ഉണ്ടല്ലോ, ശരിക്കും ഒരു കുഞ്ഞ് വരുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തിലുപരി ആര്യയുടെ അച്ഛൻ കുറച്ച് നാളായിട്ട് അതൊരു ഏകദേശം 2 ആഴ്ചയോളം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അച്ഛൻ്റെ കാലിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പം ആ ഇൻഫെക്ഷൻ വന്നിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അത്രമാത്രം വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞങ്ങളുടെ ഫാമിലി കടന്നുപോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ റിക്കവറായി വരുമെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ എങ്കിലും അച്ഛൻ ബുദ്ധിമുട്ടുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ടൈമിൽ. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു 2-3 മാസം ടൈം എടുക്കും, അപ്പോഴേ റിക്കവർ ആവുള്ളൂ എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ഓടിച്ചാണ് നടന്നൊരു അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു അസുഖം വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര രീതിയിൽ ഷോക്കായി പോയി. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു 2 മാസം, അതായത് ആര് പ്രഗ്നന്റ് ആവുന്നതിന് 2 മാസം മുമ്പേ ഞങ്ങൾ ബേബി പ്ലാനിങ്ങിലായിരുന്നു. അതായത് ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം, പ്രത്യേകിച്ച് ഞങ്ങളുടെ ആനിവേഴ്സറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു കുഞ്ഞ് മതി എന്നുള്ളത് നമുക്ക് നേരത്തെ ഇതായിരുന്നു. അപ്പം അങ്ങനെ 1 ഇയർ കഴിഞ്ഞ് നമ്മുടെ ആനിവേഴ്സറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു അത്. പക്ഷെ ആ ഒരു ടൈം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമാണ് അച്ഛന് വയ്യാണ്ടായും കൂടെ ആയിരുന്നതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതും 2 വീലറിൽ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തതാണ് ഈ ഒരു ടൈമിൽ. രാവിലെ രാത്രി എന്നൊക്കെ ടൈം ഇല്ലാണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹോപ്പ് കൊടുത്തില്ല. പക്ഷെ എങ്കിലും ഞങ്ങള് എൻ്റെ ആ ഒരു ബർത്ത്ഡേയുടെ ആ ഒരു ദിവസം വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ നോക്കിയതാണ്. നമുക്ക് വലിയ ഹോപ്പ് ഇല്ല, കാരണം എന്തായാലും ഇത്രയും ട്രാവലും കൂടെയൊക്കെ ചെയ്തത് കൊണ്ട്. എന്റെ ബർത്ത്ഡേ ആയിരുന്നു, പിന്നെ അതുപോലെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡേറ്റ് ആയിരുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന ഡേറ്റ് ആയിരുന്നു. പക്ഷെ ആ ഡേറ്റ് അവർ മാറ്റി ഒരു ദിവസം കൂടെ മാറ്റി. ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ഒരു ഹാപ്പി ന്യൂസ് കൊടുക്കാന്നുള്ള രീതിയിൽ, അതായത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഹാപ്പി ന്യൂസ് പറയാം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, ഈ മാസം ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് അടുത്ത മാസം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ടെസ്റ്റ് കാർഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. പക്ഷെ കാർഡിൽ ടെസ്റ്റ് ചെയ്താണ് കോമഡി. കാരണം കണ്ടില്ലേ, ആദ്യം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലാന്ന്. ലൈൻ ആദ്യം വന്നിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ അതിൽ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം നമ്മളത് ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഉണ്ണിച്ചാണ്ടാണ് പെട്ടെന്ന് പറയുന്നത് ഉണ്ടെന്നുള്ള രീതിയിൽ. കാർഡിൽ ഞങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും ഞങ്ങൾ ആ ഒരു ടൈമിൽ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും ആയില്ല. കാരണം ഞങ്ങളുടെ 2 പേരുടെ മനസ്സിലുണ്ട്, കാരണം അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനിലൊക്കെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണ ആ ഒരു ടൈമിലാണ് ഞങ്ങളിത് ചെക്ക് ചെയ്തത്. അപ്പം നമുക്ക് ഫുഡ് എന്തോ കൊണ്ടുപോകണമായിരുന്നു, അങ്ങനത്തെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ടൈം കിട്ടിയ ഒരു 10-15 മിനിറ്റ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത്. ആ ഒരു സമയത്ത് തോന്നുന്ന ഒരു ടെൻഷൻ ആയിരുന്നു, കാരണം കാർഡിൽ പോസിറ്റീവ് ആയി. പക്ഷേ ഇതിന് ബാക്കി ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഓക്കെ ആയി വരണം. കാരണം അത് മാത്രമല്ല, ഞങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഇത് ഇപ്പം ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് നമ്മൾ എന്താ പറയുക പാരന്റ്സിന്റെ അടുത്ത് എന്തായാലും നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരുന്നത്. പക്ഷേ ഷെയർ ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലേ? കാരണം അച്ഛൻ അത്രയും ഒരു ന്യൂസ് കേട്ട് സന്തോഷിച്ചിട്ട് പെട്ടെന്ന് ഇത് ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല, പെട്ടെന്ന് താങ്ങാൻ പറ്റൂലല്ലോ. നോക്കിയിട്ട് അവരോട് പറയാനുള്ള ഒരു ഇതായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. അതായത് ഞങ്ങൾ അവിടെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അന്ന് തന്നെ സ്കാനും കൂടെ ചെയ്തു. ഒരാവശ്യമില്ല, കാരണം 4 ആഴ്ച ആയിട്ടേ ഉള്ളൂ. കറക്റ്റ് 1 മന്ത് ആയതിന്റെ അന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം ജൂൺ 10 ഡേറ്റ്, പീരിയഡ്സ് ഡേറ്റ്. അപ്പൊ അത് കഴിഞ്ഞ് കറക്റ്റ് ജൂലൈ 10 തന്നെയാണ് നോക്കുന്നത്. അപ്പം എന്തായാലും സ്കാനൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് പോയിട്ട് സ്കാനും കൂടെ ചെയ്തു. കാരണം നമ്മള് രാവിലെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഒരു 9-9 ആയപ്പോ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അല്ലേ? ആ ഒരു ടൈം പോയി. ആദ്യം തന്നെ അച്ഛനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പോയി ബീറ്റ എക്സ്ചേഞ്ച് നോക്കാനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആവുമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്യാൻ വേണ്ടിട്ടല്ലേ. കാരണം ഞങ്ങൾ ആര്യയുടെ ചേട്ടനെ വിളിച്ച് പറഞ്ഞു നമ്മൾ ഇതുപോലെ കുറച്ച് ലേറ്റ് ആവും, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയ കാര്യം പറഞ്ഞില്ല. അങ്ങനെ ഫുഡ് അവൻ പുറത്തുനിന്ന് വാങ്ങിയാണ് കൊടുത്തത്. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ വീട്ടിൽ പറയുന്നതിന് മുമ്പ്. കാരണം നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഈ ടെസ്റ്റിനും സ്കാനിനും എന്തായാലും ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ഡൗട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി, ബീറ്റ HCG ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അത് ചെയ്തപ്പോൾ ഒരു 1.5 മണിക്കൂർ ടൈമല്ലേ പറഞ്ഞേ. ആ ഒരു ടൈം പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വാങ്ങി എല്ലാം നോക്കിയപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതിൽ ഒരു സ്കാനും കൂടെ ചെയ്യാമെന്നുള്ളത് നമ്മൾ 2 പേരും പേഴ്സണലി എടുത്ത ഒരു തീരുമാനമായിരുന്നു സ്കാൻ എന്നുള്ളത്. വേറെ ആരും നമ്മൾ ചോദിച്ചില്ല. സ്കാൻ
ചെയ്യാൻ വേണ്ടി അതിന് വൈകിട്ടായിരുന്നു. അപ്പൊ അതുവരെ നമ്മൾ റൂമിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് നമ്മൾ എന്തോ കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ സ്കാൻ ചെയ്യാൻ നോക്കി ഒരു ഡോക്ടർ റെഫർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ കൂടെ പഠിച്ച ഒരു പയ്യനുണ്ട്, അപ്പം സച്ചിൻ എന്നാണ് അവന്റെ പേര്. അങ്ങനെ അവനെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് എനിക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഈ ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയത്. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴാണ് അതിനെക്കാട്ടി വലിയ കോമഡി. ആര്യയുടെ അടുത്ത് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ ചോദിച്ചായിരുന്നു ഇതെന്തിനാ ഇത്ര നേരത്തെ സ്കാൻ ചെയ്യണം, 4 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ഈ ഫസ്റ്റ് സ്കാനൊക്കെ ഒരു 6 to 7 weeks ഒക്കെ ആകുമ്പോഴാണ് ചെയ്യാനുള്ള, ആ സമയത്ത് ചെയ്താൽ മതി. എങ്കിലും ഒന്ന് സ്കാൻ ചെയ്തു, പക്ഷെ അന്നൊന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലാതിരുന്നിട്ട് ഞങ്ങൾ വെറുതെ ഒരു സ്കാൻ അങ്ങ് ചെയ്തു. സ്കാനിങ് ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റിയോ എക്സൈറ്റ്മെന്റ് എന്താ പറയുക എന്ന് വെച്ചാൽ ഒരു ഇതുണ്ടായിരിക്കുമല്ലോ നമുക്ക്. കാരണം എന്തായാലും നമ്മൾ വീട്ടിൽ കാര്യം പറയാൻ വേണ്ടി പോകില്ല, ഹോസ്പിറ്റലും കൂടെ കിടക്കുന്നതുകൊണ്ട് എല്ലാം ഒന്ന് ഓക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം പറയാന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു ഇത് ചെയ്തത്. കാരണം നമുക്കപ്പോൾ ആ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ ഒരു ഡോക്ടറെ കണ്ട അങ്ങനെ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല. എന്തെങ്കിലും നമ്മുടെ പറഞ്ഞു 6 or 7 weeks ആയിട്ട് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ആ സമയത്ത് ഇല്ലായിരുന്നു. നമ്മൾ എന്തായാലും ചെയ്യാം എന്നുള്ളത്, കാരണം എന്തായാലും ഓൾറെഡി പ്രഗ്നന്റ് ആണല്ലോ, ചിലപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും റിപ്പോർട്ടിൽ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കാമല്ലോ. ആ ഒരു ഒറ്റ ഒരു ഇതിലാണ് ഞങ്ങൾ പോയിട്ട് സ്കാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ അതും ഞങ്ങൾ ചെയ്തു. ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ കാർഡിൽ ചെക്ക് ചെയ്ത് നോക്കിയല്ലോ, അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം. ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോസ്, ഇപ്പോൾ പാരന്റ്സുമായിട്ട് റിവീൽ ചെയ്യുന്ന വീഡിയോസും അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ബാക്കി ഞങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങളുടെ ബാക്കി വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ്സ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നേരെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിലോട്ട് പോയിട്ട് ഞാൻ കഴിക്കാം. ഇവിടെ 2 ഡ്രോപ്പ് വെച്ചതില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. She puts her hand in mine. We wanna chase the night. Just two hearts running wild. Never sleep, never stop. Every shot from the top. We're gonna be two hearts running wild. ചിരിക്കായിരുന്നു. അച്ഛന് ഹാപ്പിനെസ് ഒന്ന് കൊടുക്കാൻ പറ്റില്ല. പറയുന്നുണ്ടോ?
to the light. Pull the stars from the sky, just two hearts running. ഇനി കരയേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും ഓക്കെ ആയി, ഇതൊന്നുമില്ല. എന്തായാലും പുറത്തൊന്ന് ടെസ്റ്റ് ചെയ്യാം. എന്ത് ഒരു കുഴപ്പമില്ല, എന്ത് ലൂസാക്ക് സെറ്റ് കഴിവ് തെളിയിച്ച്. ബർത്ത്ഡേ ദിവസമായിട്ട് സമയല്ലേ അത് ഇനി 20 കട്ടിയാവൂല്ലോ കുറച്ചുകൂടെ. അതാ ഇത് നല്ല പീരിയഡ്സ് ആണ് ദിവസമായിട്ട്. കൈ ഇറങ്ങിയത് അതല്ല, കൈ ഇറങ്ങിയത് We wanna chase the night, wanna dance to the light. Pull the stars from the sky, just two hearts running wild. Never sleep, never stop. തോന്നിയത് അത് അല്ല, അത് ഓ We wanna chase the night, wanna dance to the light. Pull the stars from the sky, just two hearts ഒട്ടും പ്രതീക്ഷിച്ചു. as we shout from the top. We're gonna be two hearts. ഞാൻ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ വെച്ച് കാണിക്കാൻ ഹോസ്പിറ്റൽ എവിടെ കാണും ഇതിനൊക്കെ ചെക്ക് ചെയ്ത് പറ്റുന്നില്ല. വിഷ്ണുവിനെ അവനും വേണം ഹോസ്പിറ്റൽ. നമുക്ക് നേരെ വിഷ്ണുവിന്റെ അടുത്ത് പോകില്ല, നേരത്തെ പറയാം. എന്നിട്ടാണ് തിരിച്ച് അങ്ങോട്ട് വരാൻ പറയാം. നമുക്ക് രണ്ടുപേർക്കും അച്ഛനടുത്ത് പറയാൻ പറ്റില്ല. നേരെ വിഷ്ണുവിന്റെ അടുത്ത് പോകാം. അവനും കാണുമല്ലോ ആ സമയത്ത് അവിടെ. പക്ഷെ ഞാൻ വിളിച്ചിട്ടോടെ എനിക്ക് മറ്റേ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം വീട്ടിൽ. അതാ ചെയ്തിട്ട് പറയാം. എന്നാ ചെയ്ത് പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടുവാനും കുഴപ്പമില്ല. 2 മണിക്കൂറിലെ 3 മണിക്കൊക്കെ ഡിസ്ചാർജ് ചെയ്യും. അവിടെ ചോദിച്ചു നോക്കിയോ എനിക്കത് നീ നമക്കാൻ പാടില്ല, നീ വീർപ്പിച്ചുകൊണ്ട് തരണം.